ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും ആകുന്നു. അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമാം വിധം മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. 215 ഗീതം, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ. നമുക്ക് ഒരുമിച്ച് പാടാം. 215 ഗീതം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാത്തിടുന്നു ഞാൻ. ഉറപ്പിക്കണേ
നിറഞ്ഞു ശോഭിമാ. ഈ സമയം ലേഖന ഭാഗം അയക്കുന്നു. The reading is taken from the book of Acts, chapter 2, verses 14, part A, and from verses 22 to 32. Acts chapter 2, verses 14, part A, and from verses 22 to 32. Then Peter stood up with the 11, raised his voice, and addressed the crowd. Men of Israel, listen to this. Jesus of Nazareth was a man accredited by God to you by miracles, wonders, and signs, which God did among you through him, as you yourselves know. This man was handed over to you by God's set purpose and foreknowledge, and you, with the help of wicked men, put him to death by nailing him to the cross. But God raised him from the dead, freeing him from the agony of death, because it was impossible for death to keep its hold on him. David said about him, I saw the Lord always before me. Because he is at my right hand, I will not be shaken. Therefore my heart is glad, and my tongue rejoices. My body also lives in hope. Because you will not abandon me to the grave, nor will you let your Holy One see decay. You have made known to me the paths of life. You will fill me with joy in your presence. Brothers, I can tell you confidently that the patriarch David died and was buried, and his tomb is here to this day. But he was a prophet and knew that God had promised him an oath that he would place one of his descendants on his throne. Seeing what was ahead, he spoke of the resurrection of the Christ, that he was not abandoned to the grave, nor did his body see decay. God has raised this Jesus to life, and we are all witnesses of the fact. സുവിശേഷമായി ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. John chapter 20 verses 19 to 22. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കും. യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂന്നി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ 2-ാം ഞായറാഴ്ചയായിരിക്കുന്ന ഇന്ന് തിരുവചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഈ സമയം അവിടുത്തെ കാരുണ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ അണയ്ക്കണമേ. തിരുവചനത്തിലൂടെ ആവശ്യമായ ധൈര്യവും ശക്തിയും അവിടുന്ന് ഞങ്ങൾക്ക് പകരണമേ. ഞങ്ങളിന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ സമാധാനവും മാർഗദർശനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.
നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നാം ഇന്ന് ആയിരിക്കുന്ന ജീവിത അവസ്ഥയെ പ്രതിഫലിക്കുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കാനായി നമുക്ക് സാധിക്കും. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം കേട്ടു ദ വേർഡ് ഫിയർ, പേടി. യഹൂദന്മാരെ പേടിച്ചു. ഫോർ ഫിയർ ഓഫ് ദ ജ്യൂസ്. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചു. രണ്ടാമത്തെ വാക്ക് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ലോക്ക്ഡ്, അടച്ചിരിക്കെ, വാതിൽ അടച്ചിരിക്കെ. Doors of the house were locked for the fear of the Jews. These days we too are in a kind of locked situation because of the fear of the virus. ശിഷ്യന്മാർ പേടിച്ചത് യഹൂദന്മാരെയാണെങ്കിൽ നാം ഇന്ന് പേടിച്ചിരിക്കുന്നത് വൈറസിനെയാണ്. ശിഷ്യന്മാർ പേടിച്ചത് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്ന യഹൂദന്മാർ യേശുവിന്റെ ശിഷ്യന്മാരായ തങ്ങളെയും കണ്ടുപിടിച്ച് നശിപ്പിക്കും എന്നുള്ളതായിരുന്നു അവരുടെ പേടി. So they locked themselves inside a room in fear. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ആശ്വാസം എന്ന് പറയുന്നത്, if we lock ourselves inside the room, the virus will not search for us to find us and then infect us. അപ്പോൾ ശിഷ്യന്മാരുടെ അന്നത്തെ അവസ്ഥ നമ്മുടെ ഇന്നത്തെ അവസ്ഥയേക്കാൾ പരിതാപകരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയിലാണ് ശിഷ്യന്മാരുടെ മുന്നിലേക്ക് യേശു കടന്നു വരുന്നത്. ജീസസ് did not knock at their door. The disciples did not have to open the door even. എന്നാൽ നാം അവിടെ വായിക്കുന്നത്, വാതിൽ അടച്ചിരിക്കെ യേശു അവന്റെ നടുവിൽ നിന്നു എന്നാണ്. യേശുവിന്റെ ശിഷ്യന്മാർ എവിടെയാണെന്ന് യഹൂദന്മാർക്ക് അറിവില്ലായിരുന്നു എങ്കിൽ തന്നെ ജീസസ് knew where his disciples were. യേശുവിന്റെ ശിഷ്യന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെങ്കിലും യേശു സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചു എന്ന് നാം ഓർക്കുക. ജീസസ് knew where his presence is most needed. So without seeking permission of his disciples, Jesus enters into that locked room. സ്വതന്ത്രമായിട്ട് നാം ആഗ്രഹിക്കുന്ന എല്ലായിടത്തും സഞ്ചരിക്കാൻ സാധ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. So our usual comfort zones are also closed. We are not able to meet a friend whom we usually meet, not able to have a conversation over a meal to discuss the issues we face. But what assurance we need more today than the gospel lesson offers us? Jesus can reach you anywhere, at any time. There is no place where you are and no territory of your personhood is unfamiliar or unreachable to Jesus. ഈ ദിവസങ്ങളിൽ നമ്മെ ആകുലപ്പെടുത്തുന്ന വളരെ കാര്യങ്ങൾ ഉണ്ടാകാം. Some of us must be worried about their health situation. How can I go out for a checkup now for some ongoing problems? Will I be exposing myself to greater difficulty if I go out? Those who are working must be worried whether you will bring some infection back to home, and some of us lost their jobs.
or have less job opportunities, and that is affecting us financially. Some of us are worried about our children, the impact of this pandemic in their lives, in their education, in their faith and formation. So there are several things that we fear about right now. And there are many things that we cannot control right now. But what we need to tell ourselves at this moment is, Jesus knows our fears. And Jesus enters into our closed rooms. നിങ്ങൾ യേശുവിനോട് ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. Jesus enters. And Jesus gives 3 things. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നിന്ന് ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായിട്ട് യേശു പറയുന്നത് പീസ്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പീസാണ്, സമാധാനം. അത് യേശുവിന് നല്ലപോലെ അറിയാം. സോ ഹി സേസ് പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. യേശു അത് 2 പ്രാവശ്യം പറയും. To make sure that his disciples calm themselves first. And peace is the missing component in our lives too, at times. That at times does not allow us to function properly. Or it makes us behave differently if you don't have peace. Jesus knows that, and Jesus offers it to us, the divine peace. And that peace is grounded in the power of resurrection. And that is the only power to see beyond these our dark days and vision a future beyond. യേശുവിൻ്റെ കുരിശുമരണവും അതോടൊപ്പമുള്ള മാനസിക വ്യഥയും സംശയങ്ങളും, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള സംശയവും നിന്ദയും, ഉണ്ടായ സംശയങ്ങളും കടന്നു പോകേണ്ടി വന്ന നിന്ദയും ഒക്കെ മറന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു വരുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ പ്രാപ്തരാക്കിയത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഈ ശക്തി തന്നെയാണ്. നാം സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത്, after Jesus giving the peace, gift of peace, he breathes on them the Spirit of God. അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നു. So Jesus gives peace, power to handle the situation, and the purpose, the vision that we need to have. So let us also refer back to our lives and check what God wants us to do during these days with the peace and power that are given to us. I'm sure that God wants us to take care of ourselves. So take good care of ourselves first of all, and do the things that we can do. There are several things that we can do. Those things you please do, and leave the rest to God, who is in control of everything. I wish you call each other and be connected during these days. Strengthen your friendship, fellowship, and personal bonds during these free times. Also find time to call back home, back to India, or wherever our dear ones are located. And this is a rare opportunity God has given to strengthen those relationships and those friendships and those bonds. നാം പലരും മുഴുവൻ സമയം വീട്ടിലായിരിക്കുന്നവരാണ്. അങ്ങനെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ദിസ് ഇസ് ഓൾസോ എ
very crucial time for you as a family. And it can turn, this time can turn in both ways. Either this period can enhance your love if you try to understand each other a little bit more, the other person's interests, capabilities, and take time to listen to the dreams, hopes of each other with respect and honor. Definitely it is going to strengthen your relationship. But at the same time, if you are not doing so, this can be a period during which tensions also increase in your family life. So we need to take control of the situation. അപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ, അതിന് പ്രയോജനപ്പെടുത്താൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന സമാധാനവും ശക്തിയും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ദർശനവും നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. 495 ഗീതം, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. 495 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ പോരതയ വിഷപ്പല്ലുകരാ, ഇനി തെല്ലും ഭയവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. Hallelujah, Yesu kata
നമുക്ക് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധിയുടെ മധ്യത്തിലെ പ്രാർത്ഥന. കൃപാലുവായ ദൈവമേ, സ്ഥിരതയില്ലാത്തതും ആകുലത നിറഞ്ഞതുമായ ഈ കാലത്ത് നിന്റെ കൃപയുടെ നിഴലിൽ ഞങ്ങളെ മറയ്ക്കണമേ. ആകുലപ്പെട്ടിരിക്കുന്നവരെയും ഭയന്നിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ. തളർന്നിരിക്കുന്നവരെയും തകർന്നു പോയവരെയും താങ്ങണമേ. ഞങ്ങൾ ഇന്ന് നേരിടുന്ന യാതൊന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തുവാൻ പര്യാപ്തമല്ല എന്ന് തിരിച്ചറിയുവാനും നിന്റെ സാന്ത്വനപ്പെടുത്തുന്ന സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കായ പ്രത്യേക പ്രാർത്ഥന. മനസ്സലിവുള്ള ദൈവമേ, രോഗത്തിലും ഭയത്തിലും ഏകാന്തതയിലുമായിരിക്കുന്നവരോട് അടുത്തിരിക്കണമേ. അവരുടെ ആകുലതയിൽ നീ സാന്ത്വനമായി കൂടെ ഇരിക്കണമേ. നിരാശയുടെ അന്ധകാരത്തിൽ അവർക്ക് നീ വെളിച്ചമാകണമേ. കുരിശിൽ ഒറ്റപ്പെടൽ അനുഭവിച്ച നിന്റെ കൂട്ട് അവർക്ക് നൽകണമേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉറപ്പ് അവരുടെ പ്രത്യാശയെ ജ്വലിപ്പിക്കണമേ. നിന്റെ തേജസ്സിന്റെ പങ്ക് അനുഭവിക്കാനായി അവരെ വിശദീകരിക്കണമേ. കർത്താവായ ക്രിസ്തു യേശു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആരോഗ്യ സംരക്ഷണ പ്രവർത്തകർക്കായുള്ള പ്രത്യേക പ്രാർത്ഥന. സകല ജ്ഞാനത്തിന്റെയും ദൈവമേ, രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സകലർക്കും ആവശ്യമായ സാങ്കേതിക നിപുണതകളും സഹാനുഭൂതിയും സ്ഥിരോത്സാഹമുള്ള മനസ്സും നൽകണമേ. രോഗപ്രതിരോധ മാർഗം രൂപപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏവരെയും ദൈവിക ജ്ഞാനത്തെ നിറയ്ക്കണമേ. ആരോഗ്യ പരിപാലനത്തിനും സമൂഹത്തിന്റെ പൊതുവായ സൗഖ്യത്തിനുമായി നിർദ്ദേശങ്ങൾ നൽകുവാൻ ചുമതലപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കാക്കണമേ. സകല മനുഷ്യരും സൗഖ്യത്തിലേക്കും സർവസൃഷ്ടിയും സമാധാനത്തിലേക്കും വീണ്ടെടുക്കപ്പെടാൻ ആരോഗ്യ പരിപാലന രംഗത്തുള്ള ഓരോ വ്യക്തിയുടെയും ഇടപെടലുകൾ കാരണമാക്കണമേ. ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുവാനും സഹായം ആവശ്യമായിരിക്കുന്നവർക്ക് സാധ്യമായ സഹായങ്ങൾ എത്തിക്കുവാനും നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ പരിസരങ്ങളിൽ സഹായം ആവശ്യമായിരിക്കുന്നവരെ കണ്ടെത്തുവാനും അവർക്ക് സാധ്യമായ ശുശ്രൂഷകൾ എത്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഏറ്റവും ചെറിയവർക്ക് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിനക്കാണ് ചെയ്യുന്നതെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആകുലതകളുടെ മധ്യത്തിൽ ഭയന്നിരിക്കുന്നവരെ സമാശ്വസിപ്പിക്കുവാനും രോഗികളായിരിക്കുന്നവർക്ക് പരിചരണം നൽകുവാനും നിരീക്ഷണത്തിലായിരിക്കുന്നവർക്ക് സ്നേഹപൂർവ്വം ധൈര്യം പകരുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. തിരുസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുസ്വതങ്ങളുടെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കർത്താവ് സന്തോഷിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളാൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.